ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിങ്കോണിയം പ്ലാന്റിനെ പറ്റിയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ വെറൈറ്റി ഏതാണെന്ന് കാണാം. ഇതാണ് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഫസ്റ്റ് വെറൈറ്റി. നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു സിങ്കോണിയാണ്. സിങ്കോണിയം പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താം. ധാരാളം സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം സൺലൈറ്റിൽ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റി സിങ്കോണിയാണ് കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതുപോലെ മഞ്ഞ നിറമായി പോകും. സൺലൈറ്റ് വെക്കാത്ത പ്ലാന്റ് കണ്ടില്ലേ, നല്ല ഡാർക്ക് ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് കൂടുതൽ സൺലൈറ്റ് വേണ്ട, എന്നാൽ ചെറുതായിട്ട് സൺലൈറ്റ് ആവശ്യവുമാണ് കേട്ടോ. അത്തരത്തിലൊരു പ്ലാന്റ് ആണ്. മാത്രമല്ല നമ്മുടെ എല്ലാ സിങ്കോണിയം വെറൈറ്റിയും നമുക്ക് മണ്ണിലും വളർത്താം, അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചും വളർത്താം എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പ്ലാന്റിന് പ്രത്യേകിച്ച് വലിയ കെയറോ വളപ്രയോഗ രീതിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. സെക്കൻഡ് വെറൈറ്റിയാണ് ഈ കാണുന്ന സിങ്കോണിയം. ഇതിൻ്റെ പ്രത്യേകത നോക്കൂ, അത്യാവശ്യം വലിയ ലീഫുകളാണ്, അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്രീൻ ലീഫിൽ വൈറ്റ് വെരിഗേഷൻ വരുന്നതാണ് ഈ ഒരു ലീഫിൻ്റെ ഭംഗി. ഈ ഒരു പ്ലാന്റും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്താം, അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ടും വളർത്താം. എല്ലാ സിങ്കോണിയം പ്ലാന്റും കോമൺ ആയിട്ട് ഒരേ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ പോട്ട് ചെയ്യുന്നത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഇത്രയും മതിയാവും കേട്ടോ. അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള സിങ്കോണിയാണ്. സിങ്കോണിയം വെറൈറ്റീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു സിങ്കോണിയാണ് കൂടുതലായിട്ടും ഇൻഡോർ ആയിട്ട് എല്ലാവരും തന്നെ വെക്കുന്നുണ്ടാവുക. ഈ ഒരു പിങ്ക് സിങ്കോണിയത്തിന് നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാനും, അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മുടെ ഇൻഡോറിലൊക്കെ കാണുമ്പം നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സിങ്കോണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള സിങ്കോണിയാണ്. ചൈനീസ് ജ്യോതിഷപ്രകാരമൊക്കെ നമ്മുടെ ലിവിങ് ഏരിയയിലേക്കൊക്കെ കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിങ്കോണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് ലീഫുകൾ വരുന്ന സിങ്കോണിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാൻ. മാത്രമല്ല ഇതിങ്ങനെ ബുഷിയായിട്ട് നിർത്താനാണ് എനിക്കിഷ്ടം. നമുക്കിത് ഹാങ് ചെയ്ത് വളർത്താം, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ നമുക്ക് ഒരു കമ്പൊക്കെ കുത്തിക്കൊടുത്ത് അതിലേക്ക് പടർത്തി വിട്ടും വളർത്താം. ഏത് രീതിയിൽ വളർത്തിയാലും നല്ല ഭംഗിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. മാത്രമല്ല ഇതിങ്ങനെ വളരുന്ന അനുസരിച്ച് ഇതിൻ്റെ ലീഫിൽ വ്യത്യാസങ്ങൾ വരും, വലിപ്പം കൂടും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം. സിങ്കോണിയം പ്ലാന്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ്. ഒട്ടും സൺലൈറ്റ് ഇല്ലാത്തടത്ത് വെച്ചാൽ ഇത് നശിച്ചും പോകും കേട്ടോ. അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ഈ ഒരു സിൽവർ വെരിഗേഷൻ വരുന്ന ഒരു ലീഫാണ് കേട്ടോ. ഈ ഒരു ലീഫിന് നല്ല നീളത്തിലുള്ള ഇലകളാണ്. നല്ല ഭംഗിയാണ് ഇതും കാണാൻ. ഈ ഒരു പ്ലാന്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ പടർത്തി വിട്ടോ ഒക്കെ വളർത്താം. എനിക്കിങ്ങനെ ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വളർത്തുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സിങ്കോണിയത്തിനെയും ഭയങ്കര ഈസിയാണ്. ഇതുപോലെ ഇതിൻ്റെ വള്ളി ഇങ്ങനെ നീണ്ടുവരും. അത് കട്ട് ചെയ്ത് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ വെച്ച് വളർത്താം. മണ്ണിൽ വെച്ചും വേണമെങ്കിൽ വളർത്താം, വെള്ളത്തിൽ വെച്ചും വേണമെങ്കിൽ വളർത്തിയെടുക്കാം. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തിയിരിക്കുന്നത്. വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് തന്നെ കുത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ബുഷിയായിട്ട് ചട്ടി നിറഞ്ഞു നിൽക്കും. അടുത്ത സിങ്കോണിയം ഇതാണ്. ഈ ഒരു സിങ്കോണിയം ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, പെട്ടെന്ന് തന്നെ വളർന്ന് ചട്ടി നിറഞ്ഞ് വളരുന്നൊരു സിങ്കോണിയാണ്. ഇതിന് ഗ്രീനും വൈറ്റും ആണ്. വൈറ്റ് കളറ് കുറച്ച് കൂടുതലാണ്, അതുപോലെ തന്നെ നല്ല നീണ്ട ലീഫുകളുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു സിങ്കോണിയം ഞാൻ മണ്ണിലും വളർത്തുന്നുണ്ട്, വെള്ളത്തിലും വളർത്തുന്നുണ്ട് കേട്ടോ. ഇത് മണ്ണിൽ വളർത്തുന്ന ഒരു പോട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ഈ ഒരു സിങ്കോണിയം വളർത്താം. പ്രത്യേകിച്ച് വളപ്രയോഗത്തിനൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള പോട്ടി മിക്സ് വേണം. അതായത് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ മണലോ അല്ലെങ്കിൽ പെർലൈറ്റോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് വളർത്തണം. അതുപോലെ തന്നെ വെള്ളം യാതൊരു കാരണവശാലും ഒരു ചട്ടിയുടെ ചൂട്ടിലും കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. എന്നാൽ നമുക്ക് വെള്ളത്തിലിട്ട് വളർത്തുകയും ചെയ്യാം. മണ്ണിൽ വളർത്തുന്ന ചട്ടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പം നമ്മുടെ സിങ്കോണിയം വെറൈറ്റീസ് എൻ്റെ കയ്യിൽ 5 വെറൈറ്റീസാണുള്ളത്. 5 വെറൈറ്റീസും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ധാരാളം വെറൈറ്റി സിങ്കോണിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.